وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يعلمون ظاهرا من الحياة الدنيا وهم عن الآخرة هم غافلون. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരങ്ങളിൽ നമ്മളിങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ദീനിനു വേണ്ടി ഇങ്ങനെ ഒരുമിച്ചിരിക്കാനും അള്ളാഹു തന്ന ഈ ദീനിനെ സംബന്ധിച്ച് അല്പസമയം ഇങ്ങനെ വായിക്കാനും കേൾക്കാനുമൊക്കെ നമ്മൾ ചെലവഴിക്കുന്ന ഈ സമയം നാളെ പരലോകത്ത് ഏറ്റവും നല്ല സമയങ്ങളാക്കി അള്ളാഹു നമുക്ക് തിരിച്ചു നൽകുമെന്നുള്ള തിരിച്ചറിവുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ, ഇഹപര ജീവിതത്തിൽ നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. താബിയകളിൽ ഏറെ പ്രസിദ്ധനായ അബു അസ്വദ് ദുവലി റഹിമഹുല്ലാ, അദ്ദേഹത്തെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ടാകും നമ്മളിൽ പലരും. നമുക്കറിയാം, അറബി ഭാഷയിൽ ഹറക്കത്തുകളെ പരിചയപ്പെടുത്തിയത്, പലപ്പോഴും മുസഹഫികളിൽ തന്നെ ഹറക്കത്തുകൾ കൊണ്ടുവന്നത് അബു അസ്വദ് ദുവലിയുടെ കാലഘട്ടത്തിലാണ് എന്നൊക്കെ പറയപ്പെടാറുണ്ട്. അറബി ഭാഷയിൽ നല്ല പ്രാവീണ്യമുള്ള, ലുഗവിയായിട്ട് തന്നെ ഒരുപാട് വലിയ വലിയ കവിതകളും വലിയ ലേഖനങ്ങളുമൊക്കെ ഇസ്ലാമിക ലോകത്തിന് പരിചയപ്പെടുത്തിയ മഹാപണ്ഡിതനും കൂടിയാണ് അബു അസ്വദ് ദുവലി. കഴിഞ്ഞൊരു ദിവസം അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെട്ട ഒരു കവിതയെ സംബന്ധിച്ച് ഒരു വായിക്കാനിടയായപ്പോൾ അതിലെ 2 വരികൾ, ആ 2 വരി കണ്ടപ്പോൾ തോന്നി അത് നമ്മളെ പറ്റി എഴുതിയതാണ്. എല്ലാ കാലത്തും മുസ്ലിമീങ്ങൾ ഏറെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ, ഉറങ്ങിക്കിടക്കുന്ന അശ്രദ്ധമായി നിൽക്കുന്ന മുസ്ലിം മനസ്സുകളെ ഉണർത്തണം എന്നുള്ള നിലക്കായിരിക്കാം അദ്ദേഹം ആ വരികളെ ഒരു പക്ഷേ വലിയ ഏറെ പ്രസിദ്ധമായ ഒരു ഖസീദയിൽ അദ്ദേഹം എഴുതി ചേർത്തത്. ആ 2 വരി ഇങ്ങനെ, അദ്ദേഹത്തിന്റെ മകനെ ഉപദേശിക്കണം. ആ കവിതകളിൽ ഉടനീളം സ്വന്തം മോനോട് പറയുന്ന ചില ഉപദേശങ്ങളാണ്. അതിലൊരു വരി ഇങ്ങനെ, ആ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ഇന്ന മിനർ റിജാലി ബഹീമത്തുൻ, ഇന്ന മിനർ റിജാലി ബഹീമത്തൻ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചിലർ മൃഗതുല്യരാണ്, മൃഗങ്ങളെപ്പോലെ എന്ന. ഫി സൂറത്തി റജുലി സമീഇൽ മുബ്സിരി, കാണാനും കേൾക്കാനും കഴിയുന്ന ഒരു മനുഷ്യരൂപം മാത്രമേ ഉള്ളൂ അല്ലെ, പക്ഷെ അവര് യഥാർത്ഥത്തിൽ മൃഗീയരാണ്, മൃഗതുല്യരാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറയാൻ, ഫതിനം ബികുല്ലി മുസീബത്തിൻ ഫീ മാലിഹി വഇദാ യുസാബു ബിദീനിഹി ലം യശ്ഉരി. അവരെയാണ് പലപ്പോഴും ഇന്ന് ദീനും ദുനിയാവും എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആ വരിതാണ്, മൃഗതുല്യരായ, മൃഗസമാനരായ മനുഷ്യര്, ആ മനുഷ്യരിൽ കാണാനും കേൾക്കാനൊക്കെ അവർക്ക് കഴിവുണ്ട്, പക്ഷെ കാണേണ്ടത് അവരെന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. കേൾക്കേണ്ട കാര്യങ്ങളെ അവർ കേട്ട് അതിനെ മനസ്സിലാക്കുന്നില്ല. അതൊക്കെ മൃഗങ്ങളെ പോലെയാണ്. എന്നാൽ ഫതിനം ബികുല്ലി മുസീബത്തിൻ ഫീ മാലിഹി, തന്റെ സമ്പത്തിൽ സമ്പാദിച്ചു കൂട്ടിയ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മുസീബത്ത്, ഒരു വിപത്ത് ഉണ്ടായാൽ അതിനെ വലിയ ബുദ്ധി കൊടുത്ത്, ആലോചന കൊടുത്ത് അതിനെപ്പറ്റി ഇങ്ങനെ
വ്യാകുലതപ്പെടുന്നവനാണ് മനുഷ്യനെന്നാണ്. അവന്റെ ഭൗതിക നേട്ടങ്ങളിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടായാൽ അതിനെപ്പറ്റി ഭയങ്കര ജാഗ്രതയും അതിനെ സംബന്ധിച്ച് വല്ലാത്ത ആശങ്കകളും അങ്കലാപ്പും അവനുണ്ടാകും. എന്നാൽ വഇദാ യുസാബു ബിദീനിഹി ലം യശ്ഉരി, ദീനിന്റെ കാര്യത്തിൽ എന്ത് പറ്റിയാലും, ഇനി ദീനിന്റെ കാര്യത്തിൽ എന്ത് കോട്ടം തട്ടിയാലും, എന്ത് കുറ്റുണ്ടായാലും, കുറവുണ്ടായാലും, ന്യൂനത ഉണ്ടായാലും അതവനക്ക് പ്രശ്നമല്ല, അതവൻ അറിയണമെന്നല്ല. പക്ഷെ ഭൗതികമായി അവന്റെ എന്തെങ്കിലും നഷ്ടങ്ങളോ അവന്റെ നേട്ടങ്ങളിൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ അവൻ അസ്വസ്ഥനാണ്. ഇത് ഭൂരിഭാഗം മുസ്ലിം സമൂഹത്തിലെ ഉറങ്ങിക്കിടക്കുന്ന മുസ്ലിമീങ്ങളുടെ മനസ്സുകളെ ഉണർത്താൻ അദ്ദേഹം എഴുതി വെച്ച വരികളാണ്. വലിയ അർത്ഥവത്തായ വരികൾ. അതിനെ വിശദീകരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഉപദേശങ്ങളിലൂടെ ഞാൻ നിങ്ങളും കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ അശ്രദ്ധയിൽ നിന്ന് നമുക്കുണരാൻ, ഒരു പക്ഷേ അള്ളാഹുവിന്റെ ഈ വസിയത്ത്, അള്ളാഹു നൽകുന്ന ഈ ഒരു അള്ളാഹുവിന്റെ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി എന്നും നിലനിർത്തി തരുമാറാവട്ടെ. സൂറത്ത് റൂമിലെ ഒരു ആയത്താണ് ആമുഖമായി ഞാൻ കേൾപ്പിച്ചത്. നമ്മളൊക്കെ പലതവണ ഓതിപ്പോയ, ഒരുപാട് ആവർത്തി പല ഇമാമുകളും പാരായണം ചെയ്യുന്നതായി നമ്മൾ കേട്ടുപോയ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത്. അല്ലാഹു പറയുന്നു, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയാ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. റബ്ബിന്റെ സംസാരം മക്കയിലെ മുശ്രിക്കീങ്ങളെ പറ്റിയാണ്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് കൊണ്ടുവന്നിട്ട് അതിനെ സ്വീകരിക്കാതെ അതിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾക്ക് കാതോർക്കാതെ ജീവിച്ച മക്കക്കാരെ, സത്യനിഷേധികളെ സംബന്ധിച്ച്, ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ച് റബ്ബ് പറയാൻ, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിലെ ഐഹിക ജീവിതത്തെ സംബന്ധിച്ചുള്ള എല്ലാ അറിവും അവരുടെ പക്കലുണ്ട്. ദുനിയാവിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നല്ല സ്കിൽസ് അവർക്കുണ്ട്, നല്ല ബുദ്ധിയും നല്ല വിവേകവും നല്ല കഴിവും അവർക്കുണ്ട്. ദുനിയാവിനെ ഒട്ടിപ്പിടിക്കാൻ, ഭൗതികമായ നേട്ടങ്ങൾ നേടിയെടുക്കാൻ, ഭൗതികമായ വിദ്യാഭ്യാസങ്ങളിൽ അവർ അഗ്രഗണ്യരാണെന്ന് അർത്ഥം. എന്നിട്ട് റബ്ബ് പറയാൻ, വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ, എന്നാൽ ആഖിറത്തിനെ സംബന്ധിച്ച്, യഥാർത്ഥ ജീവിതമായ ആഖിറത്തിനെ സംബന്ധിച്ച് അവർ അശ്രദ്ധരാണ്. അവർക്ക് ശ്രദ്ധയില്ല, അവരതിനെപ്പറ്റി ആലോചിക്കുന്നില്ല, അതിനെ ഗൗനിക്കുന്നില്ല. അവരുടെ മനസ്സിലൊന്നും ദുനിയവി മോഹങ്ങളും ദുനിയവി ചിന്തകളും ദുനിയവി നേട്ടങ്ങളെ സംബന്ധിച്ചുമുള്ള ശ്രദ്ധകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇത് മക്കക്കാരെ സംബന്ധിച്ച് അല്ലാഹു പറയുകയാണെങ്കിൽ തന്നെ ഭൗതികമായി ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ആളുകൾ ആ നേട്ടങ്ങളിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അസ്വസ്ഥരാണ്. പക്ഷെ ദീനിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല, അല്ലേ? നിങ്ങൾ നോക്കി ചുറ്റുപാട് നമ്മളൊന്ന് ലോകത്തെ മുസ്ലിമീങ്ങളൊന്ന് എടുത്തു നോക്കുക. സാങ്കേതിക വിദ്യകളിൽ മഹാ അത്യുന്നതങ്ങൾ കൈവരിച്ച, അത്യുന്നതകളിൽ എത്തിയ, സാങ്കേതിക വിദ്യകളിൽ നല്ല സൂക്ഷ്മതയും നല്ല വിവരവുമുള്ള ഒരുപാട് ആളുകൾ. ഇപ്പൊ ബിസിനസ് രംഗത്ത് തന്നെ അല്ലെ, എന്തെല്ലാം സ്കില്ലുകളുള്ള, നല്ല കഴിവുകളുള്ള, മികവുകളുള്ള, പല രൂപത്തിലും പണം സമ്പാദിക്കാൻ നല്ല വിവരവും വിദ്യാഭ്യാസവുമുള്ള ആളുകളെ ലോകത്ത് കാണാം. ദുനിയാവിനെ ഇങ്ങനെ വെട്ടിപ്പിടിക്കാൻ, ദുനിയാവിൽ വിജയിക്കാനുള്ള പല വഴികളും അവരെത്തിപ്പെട്ടവരാണ്. അതില് കഴിവുള്ള ഒരുപാട് ആളുകളെ കാണാം. എന്നാല് ദീനിന്റെ കാര്യത്തില് അവർക്ക് പലപ്പോഴും അല്ലെ പരലോകം വിജയിച്ചെടുക്കാനുള്ള സ്കിൽസ് അവർ നേടുന്നില്ല. പരലോകത്ത് ഏറ്റവും നല്ല സുഖകരമായി ജീവിതം ലഭിക്കാനുള്ള വിവരവും വിദ്യാഭ്യാസവും അവർ നേടിയെടുക്കുന്നില്ല. ഒരുപാട് ആളുകൾ നമുക്ക് കാണാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആയത്ത് വിശദീകരിച്ചപ്പോ മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. ആരെ സംബന്ധിച്ച ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് മക്കക്കാരെ സംബന്ധിച്ചാണ്. മക്കയിൽ ഉണ്ടായിരുന്ന ചില ആളുകളെ സംബന്ധിച്ച് അദ്ദേഹം രേഖപ്പെടുത്തിയാണ്. വല്ലാഹി ലബലഗ മിൻ അഹദിഹിം ബിദുനിയാഹ് അൻ യുഖല്ലിബ ദിർഹം അലാ ളുഫരിഹി ഫയുഖ്ബിറുക ബിവസ്നിഹി വമാ യുഹ്സിനു അൻ യുസല്ലി. അല്ലെ, മക്കയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കൂടെ ചില ആളുകൾ കൂടി. ദീനിന്റെ ഫളില് ആദ്യഘട്ടങ്ങളിൽ അവർക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ മറ്റു ചില താല്പര്യങ്ങളിൽ നബിയോടൊപ്പം കൂടേണ്ടി വന്ന ചില ആളുകളെ സംബന്ധിച്ച് പറയാൻ, ഭൗതികമായ പല നേട്ടങ്ങളും ഭൗതികമായ ഉന്നതികളും കൈവരിച്ചവര്, എല്ലാ സ്കില്ലും അവരുടെ കയ്യിലുണ്ട്, മികവുകൾ അവരുടെ കയ്യിലുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ കൂട്ടത്തിൽ ഒരാൾ അയാളുടെ നഖത്തിന്റെ തുമ്പത്ത് ഒരു ദിർഹം ഇങ്ങനെ, ഒരു വെള്ളി നാണയം കൊണ്ടുപോയി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അനങ്ങാതെ, അതിങ്ങനെ ഇളകാതെ അതിനിങ്ങനെ തൂക്കി നോക്കിയിട്ട് അതിന്റെ തൂക്കം എത്രയാണ്, അതിന്റെ ഘനം എത്രയാണ് എന്ന് പറഞ്ഞിരുന്ന, അത്രക്കും
സ്കിൽഡായ ആളുകൾ അവിടെ കൂട്ടത്തിലുണ്ടെന്നാണ്. ഒരു സാധനം ഇങ്ങനെ വിരൽ തുമ്പത്ത് വെച്ചിട്ട് അതിനെ അളന്ന് പറയാൻ പറ്റുന്ന പാകതയിൽ വിവരവും അതുപോലെ തന്നെ പരിചയ സമ്പത്തുമുള്ള അനുഭവ സമ്പത്തുമുള്ള ആളുകൾ അവിടെ കൂട്ടത്തിലുണ്ട്. എന്നിട്ട് ആ വരിയെ ഹസൻ ബസരി അവസാനിപ്പിച്ചതാണ് വലാകിൻ മാ യുഹ്സിനു അൻ യുസല്ലി. പക്ഷെ ശരിക്കും എങ്ങനെ നിസ്കരിക്കാന്നുള്ളത് അയാൾക്കറിയില്ല. ദുനിയാവിലെ ദിർഹമിനെ വെട്ടിപ്പിടിക്കാൻ, അതിനെ തൂക്കി നോക്കാനും അതിനെ പറ്റിയുള്ള നല്ല വിവരമുണ്ട്. ദുനിയാവിലെ ദിർഹമും ദുനിയാവിലെ ദീനാറും കുറച്ചു കാലം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞു പോകും. പക്ഷെ തനിക്ക് എന്നെന്നും തന്റെ കൂട്ടയുണ്ടാവേണ്ട, തനിക്ക് ഉപകരിക്കപ്പെടേണ്ട അമലുകൾ, ആ അമലുകളിലുള്ള കുറ്റങ്ങളും കുറവുകളും പരിഹരിക്കാൻ മനുഷ്യരെന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ടരെ ആക്ഷേപിച്ച് പറയാൻ യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിൽ ഒരുപാട് വിവരവും ദുനിയാവിൽ ഒരുപാട് വിദ്യാഭ്യാസവും ഒരുപാട് നേട്ടങ്ങളും കൈവരിച്ച ആളുകൾ വഹും അനിൽ ആഖിറതി ഗാഫിലൂൻ, വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ, ആഖിറത്തിന്റെ കാര്യത്തിൽ അവർ അധികരും അശ്രദ്ധയിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. എന്നിട്ട് വേറെ ഇപ്പൊ ഈ ആയത്തിനെ ഹസൻ ബസരി വിശദീകരിച്ച മാത്രമല്ല, മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഈ ആയത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞത്, യഅരിഫൂന ഉംറാനദ് ദുനിയ വഹും ഫി അംരി ദീനി ജുഹാലു. അല്ലെ, ദുനിയാവിൽ ഇങ്ങനെ വലിയ വലിയ മണിമേടകൾ കെട്ടാനുള്ള വിവരവും കഴിവും ചില മനുഷ്യന്മാർക്കുണ്ട്. മഹാസൗധങ്ങളെ കെട്ടിപ്പടുക്കാനുള്ള വിവരവും അതിനുള്ള കഴിവും ചില ആളുകൾക്കുണ്ട്. പക്ഷേ വഹും ഫി അംരി ദീനി ജുഹാലു, എന്നാൽ ദീനിന്റെ വിഷയത്തിൽ അവര് മുഴുവൻ പടുജാഹിലുകളാണ്. പടുജാഹിലിനെ ആക്ഷേപിക്കല്ല, ഉറങ്ങിക്കിടക്കുന്ന മനസ്സുകളെ ഉണർത്തുകയാണ്. ദീനിന്റെ വിഷയത്തിലെ അറിവില്ല. നമസ്കാരത്തിന്റെ കാര്യത്തിലെ ചിലപ്പോ ചില ആളുകളൊക്കെ സങ്കടം പറയാറുണ്ട്, അല്ലെ, ഞങ്ങളെ കാലത്തൊന്നും മദ്രസ ഉണ്ടായിരുന്നില്ല, ഞങ്ങളെ അതിൽ പറഞ്ഞുതരാൻ പറ്റിയ ഉണ്ടായിരുന്നില്ല. നമസ്കാരത്തിൽ അത്തഹിയാത്ത് പോലും, തശഹുദിലുള്ള അത്തഹിയാത്ത് പോലും മര്യാദക്ക് അതിന്റെ കുറ്റമറ്റ രീതിയിൽ ഉച്ചരിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളെ ഒരു പക്ഷേ നമ്മളെ നാടുകളിലൊക്കെ ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ നമുക്ക് കിട്ടും. വജ്ഹത്തു വജ്ഹിയ പോലും തെറ്റായ ശരിയായ രീതിയിൽ പറയാൻ കഴിയാതെ പോകുന്നവർ, ഫാത്തിഹ പോലും അതിൻ്റെതായ കൃത്യതയിൽ, അതിൻ്റെതായ വ്യക്തതയിൽ, അതിൻ്റെതായ സൗന്ദര്യവും അവകാശവും നൽകിയ ഒരു ഹർഫിനെ ഉച്ചരിക്കാൻ അറിയാത്ത പാകത്തിൽ എത്ര ആളുകൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു കുറ്റം പരിഹരിക്കാൻ, അല്ലെങ്കിൽ അതിലെ ആ പോരായ്മകളെ പരിഹരിക്കാൻ, അതിലെ കുറവുകളെ നികത്താൻ ആരും എന്ത് ചെയ്യാറില്ല, ശ്രദ്ധിക്കാറില്ല. എന്നാൽ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു തകർച്ച ഉണ്ടായാൽ എത്ര കൺസൾട്ടൻസിനെ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, സമീപിക്കാറുള്ളത്. അതിന് പരിഹാരമായി എത്ര വലിയ വലിയ ആളുകളുടെ അരികിലേക്ക് നമ്മൾ ചെല്ലും. ഇനി പോട്ടെ, നമുക്ക് ഭൗതികമായി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മാത്രമല്ല, വിദ്യാഭ്യാസപരമായിട്ട് തന്നെ കുട്ടികളെ നമ്മളെ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അവരെ റാങ്ക് ഒന്ന് താന്നാൽ, അവരുടെ മാർക്കൊന്ന് കുറഞ്ഞാൽ, അവരുടെ ശ്രദ്ധ ഒന്ന് കളിയിലേക്ക് അല്പം മാറിയാൽ അവരെ കൊണ്ടുപോവാണ് നമ്മള്. എന്തെങ്കിലും കുട്ടിക്ക് പ്രശ്നമുണ്ടോ എന്നറിയാൻ, അല്ലെ, അവർക്ക് വേണ്ട സൈക്കോളജിക്കലായി അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള പരിശീലനങ്ങളും കൊടുക്കാൻ, എത്ര ഫീസ് കൊടുക്കാൻ നമുക്ക് മടിയില്ല, നമ്മൾ റെഡിയാണ്. പക്ഷേ കുട്ടി ഖുർആൻ ഓതുന്ന കാര്യത്തിൽ ഒന്ന് പിന്നിലായാൽ, പോട്ടെ അവന്റെ നമസ്കാരത്തിൽ തശഹുദിലുള്ള ഇരുത്ത്, അല്ലെ, തവറുക്കിന്റെ ഇരുത്തവും ഇഫ്തിറാഷിന്റെ ഇരുത്തവും തമ്മിലുള്ള ഡിഫറൻസ് അവൻക്ക് അറിയുന്നില്ലെങ്കിൽ നമ്മളതിനെ പറ്റി എന്തില്ല, ബോധാടല്ല, നമ്മളതിനെപ്പറ്റി ബോധവാന്മാരല്ല, നമ്മളതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, ഗൗനിക്കുന്നല്ല. എന്നാൽ സ്കൂളിൽ ഒരു വിഷയത്തിൽ മാർക്ക് കുറഞ്ഞപ്പോ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. അവന്റെ റാങ്കിന്റെ മുകളിൽ താഴെ റാങ്ക് ഉള്ളവൻ അവനൊന്നും മറികടന്നപ്പോ നമ്മൾ അവനെ വല്ലാതെ, അല്ലെങ്കിൽ അവളെ വല്ലാതെ കുറ്റപ്പെടുത്തുകയാണ്. പക്ഷെ ദീനിന്റെ വിഷയത്തില് അങ്ങനെ എന്തുണ്ടായാലും ആർക്കും ഒരു പ്രശ്നമില്ല, ചോദിക്കാനും ആളില്ല, പറയാനും ആളില്ല. അള്ളാഹു പറഞ്ഞ ആയത്തിന്റെ അർത്ഥതാണ് യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിന്റെ കാര്യത്തിൽ അവർക്ക് നല്ല വിവരവും വിദ്യാഭ്യാസവും കഴിവുണ്ട്. പക്ഷേ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ, ആഖിറത്തിന്റെ കാര്യത്തിൽ വേണ്ട ശ്രദ്ധയില്ല, ഗൗരവമില്ല. അള്ളാഹ് ആക്ഷേപിക്കാൻ, നമ്മളെ കുറ്റം പറയാൻ, അല്ല നമ്മളിങ്ങനെ കുറ്റം പറയാൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അവർക്ക് ദുനിയാവിന്റെ കാര്യത്തിൽ വിവരം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അന്നത്തെ കാലഘട്ടത്തിലുള്ള മഹാ അഗ്രഗണ്യരായ ചില ആളുകളെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓർക്കുകയാണ്. അദ്ദേഹം പറയാണ് യഅലമൂന മനാഫിഅഹ വമദാറഹ, ദുനിയാവിലെ ഓരോ നഫ്അകളെ പറ്റിയും അവർക്കറിയാം. എവിടെ എന്ത് കുടിച്ചാൽ എങ്ങനെ ലാഭം കിട്ടുമെന്ന് അവർക്കറിയാം.
അല്ലെ? എവിടെ കുഴിച്ചാൽ സ്വർണം കിട്ടും, എവിടെ കുഴിച്ചാൽ വെള്ളി കിട്ടും, എവിടെ കുഴിച്ചാൽ ജലം കിട്ടും, എവിടെ വിത്തിട്ടാൽ നല്ല വിള കിട്ടും. അവർക്ക് നല്ല വിവരമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യഅലമൂന മനാഫിഅഹ വമളറഹ വമതാ യസ്റഊൻ. ഏത് കാലത്ത് കൃഷി ചെയ്യണം, എപ്പോ വിളവ്, അല്ലെ? എപ്പോഴാണ് വിത്തിട്ടാൽ അത് മുളച്ച് ഇനി അതിന്റെ വിളവ് ലാഭത്തിൽ കൊയ്യാൻ കഴിയുക. വമതാ യസ്റഊൻ വമതാ യഹ്സുദൂൻ. എപ്പോ അതിനെ വിളവ് കൊയ്യണം എന്നുള്ളത് അവർക്കറിയാം. എല്ലാ കാലത്ത് വിളവ് കൊയ്യാൻ നിന്ന് കഴിഞ്ഞാല് വേണ്ട വിളവ് കിട്ടൂല. അതുകൊണ്ട് തന്നെ അത് എപ്പോ കൊയ്യണം, എപ്പോ കൊയ്യണം എന്ന് പോലും അവർക്കറിയാം. വകൈഫ യജ്മഊൻ. അല്ലെ? ഏതെല്ലാം സമയങ്ങളിൽ സമ്പത്തിനെ ഇങ്ങനെ കൂട്ടിവെക്കണം, ഏതെല്ലാം സമയങ്ങളിൽ താൻ നേടിയെടുത്ത അല്ലെങ്കിൽ താൻ കൊയ്തെടുത്ത വിളകളെ സംരക്ഷിച്ചു പോരണം എന്നുള്ള സംബന്ധിച്ച് നല്ല വിവരം. ഒരു താൻ ജീവിച്ചു പോരുന്ന ഭൂമിയെ, ഭൂപ്രദേശങ്ങളെ സംബന്ധിച്ച് നല്ല വിവരം, അഗാധമായ പാണ്ഡിത്യം, ഭൗതികമായ എല്ലാവിധ കഴിവും അവർക്കുണ്ട്. വകൈഫ യബ്നൂൻ. എങ്ങനെ കെട്ടിടങ്ങളെ പണിയണം, എങ്ങനെ ഒട്ടകങ്ങളെ പാർപ്പിക്കണം, എങ്ങനെ അതിന് മേച്ചിൽപ്പുറങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകണം ഒക്കെ നന്നായിട്ടറിയാം. വനഹവ ദാലിക് മിമ്മാ ലൈസ ലഹു മിൻഹു അസറൻ ഫിൽ ആഖിറ. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ആഖിറത്തിന് വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വെക്കാൻ, ആഖിറ നേടിയെടുക്കാനുള്ള കഴിവോ അതിനുള്ള പ്രാപ്തിയോ അതിനുള്ള വിവരമോ അതിനുള്ള ശ്രദ്ധയോ അവരുടെ ജീവിതത്തിൽ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു തആല അവരെ ആക്ഷേപിക്കണമെന്നാണ്. ലോക ഭാഷകൾ പലതും ഇങ്ങനെ മണിമണിയായി പറയുന്ന ആൾക്കാരെ കാണാം. ബഹുഭാഷാ പണ്ഡിതന്മാർ, അറബി അറിയാം, ഇംഗ്ലീഷ് അറിയാം, ജർമ്മൻ അറിയാം, അല്ലെ? ഏതെല്ലാം ഭാഷകൾ, ടർക്കിഷ് അറിയാം, പല ഭാഷകളിൽ സംസാരിക്കുന്ന ആളുകളെ കാണാം. പക്ഷെ മര്യാദക്ക് ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ, നല്ല രൂപത്തിൽ ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ, താൻ നേടിയെടുത്ത ആ വിവരവും വിദ്യാഭ്യാസം ആര് ദുനിയാവ് നേടണ്ടെന്നോ അതൊന്നും ഈ വിവരങ്ങളും ഈ വിദ്യാഭ്യാസങ്ങളൊന്നും കൈവരിക്കണ്ടെന്നല്ല അള്ളാഹ് പറയുന്നത്. ഏറ്റവും കൂടുതൽ കൈവരിക്കേണ്ടത് തന്റെ ദീനാണ്, തന്റെ ദീനിനെ സംബന്ധിച്ചുള്ള വിവരമാണ്, അല്ലേ? ഇപ്പൊ നമുക്കറിയാം ചില ആളുകൾക്ക് എപ്പം മഴ പെയ്യുന്നു, അതല്ലെങ്കിൽ